കാണാനുള്ള ഭംഗി മാത്രമല്ല കേട്ടോ, അത് കഴിക്കാനും വളരെ ടേസ്റ്റിയാണ് കേട്ടോ. ഡിഷ് ഔട്ട് ചെയ്യാം. വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്നൊരു അടിപൊളി ഐറ്റാണ് കേട്ടോ. ഒന്നുമല്ല, വില്ലേജ് സ്റ്റൈലിൽ ചെമ്മീൻ റോസ്റ്റ്. നമ്മൾ എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നതെന്ന് അറിയണ്ടേ? അതിൽ കടിച്ചാൽ പൊട്ടാത്ത പേരുള്ള മസാലകളൊന്നും ഉപയോഗിക്കുന്നില്ല കേട്ടോ. വെറും നാടൻ, നമ്മുടെ വീട്ടിൽ എന്തെല്ലാം അവൈലബിൾ ആണോ അത്രയും മസാലകൾ മാത്രം. മുളക്, മഞ്ഞൾ, മല്ലി, അങ്ങനെ മസാലപ്പൊടികൾ അത് മതി. പിന്നെ അതിലേക്ക് കുറച്ച് ഉള്ളി, തക്കാളി, അങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങളും വേണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അവസാനം വരെ ഒന്ന് കണ്ട് സബ്സ്ക്രൈബ് ചെയ്യണേ, ചെയ്യാത്തവർ. പിന്നെ അതുപോലെ ലൈക്ക് ബട്ടനും ഒന്ന് അമർത്തുക, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതുവരെ നിങ്ങൾ എന്നെ വളരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് നിങ്ങളോട് എനിക്ക് വളരെ നന്ദിയുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതാ നമുക്ക് ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാം കേട്ടോ. ഇത് 1/2 കിലോ ചെമ്മിയാണ്. ഞാൻ ഏത് മീൻ കിട്ടിയാലും ആദ്യം 1-2 പ്രാവശ്യം ഒന്ന് കഴുകും. അതിലെന്തെങ്കിലും കെമിക്കൽസ് ഉണ്ടെങ്കിൽ പുറത്തുള്ളെങ്കിലും പോട്ടെ വിചാരിച്ചിട്ടാണ്. അപ്പം ഞാനിത് കഴുകി വൃത്തിയാക്കി ഇതിൻ്റെ തോലെല്ലാം പോക്കി, പിന്നെ ഇതിൻ്റെ ഉള്ളിലൊരു ഞരമ്പില്ലേ, അതെല്ലാം പോക്കി റെഡിയാക്കി എടുക്കട്ടെ കേട്ടോ. ഇതാ ചെമ്മി എല്ലാം പൊളിച്ചു ക്ലീൻ ചെയ്തു കഴുകി വെച്ചതാട്ടോ. നിങ്ങൾ നോക്ക്, ചെമ്മി ഇത്രയേ ഉള്ളൂ, 1/2 കിലോ ആണ്. പക്ഷേ അതിൻ്റെ തോട് നോക്ക്. അപ്പോൾ ഇനി ആരും ചെമ്മി വാങ്ങിയിട്ട് അയ്യോ എനിക്ക് കുറച്ചേ കിട്ടിയെന്ന് പറയണ്ട കേട്ടോ. തോടാ കൂടുതൽ, ചെമ്മി കുറവ്. പിന്നെ ഞാൻ അതിലേക്ക് ഇതാ കുറച്ച് ഉള്ളിയെല്ലാം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് മസാല എല്ലാം പുരട്ടി നമുക്കൊരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ്, പിന്നെ നമ്മൾ സോക്ക് ചെയ്ത് വെച്ച കുടംപുളിയില്ലേ, ഇതിന്ന് ഒരു 2 സ്പൂൺ വെള്ളം. പിഴിയൊന്നും വേണ്ട കേട്ടോ. അതാ ഞാൻ തിളച്ച വെള്ളം ഒഴിച്ചപ്പോൾ നല്ലോണം പുളി ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ കുറച്ച് വായിൽ വെച്ച് നോക്കി. അപ്പോൾ അതിന്നൊരു 2-3 സ്പൂണ് വെള്ളം ഒഴിക്കുക, പുളിവെള്ളം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. വേറെ വെള്ളം നമ്മൾ ചേർക്കണ്ട കേട്ടോ. ഇപ്പം നിങ്ങളെ കയ്യിൽ കുടംപുളി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ലെമൺ ജ്യൂസ് അല്ലെങ്കിൽ വിനാഗിരി എല്ലാം ഉപയോഗിക്കാം. അപ്പം ഞാനിത് ഇവിടെ തന്നെ ഉണ്ടായ കുടംപുളിയാണ്. അപ്പം പിന്നെ നമ്മളെ വീട്ടിലുള്ള സാധനമല്ലേ നമുക്ക് നല്ലത്. അങ്ങനെ ഞാൻ ഇത് തന്നെ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇത് ഇനി ഒരു 1/2 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യട്ടെ, ഒന്ന് ഒതുക്കി വെക്കുക കേട്ടോ. 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് ഒന്ന് വറുത്തെടുക്കണം. അപ്പോഴത്തേക്ക് ഞാൻ ഉള്ളിയെല്ലാം റെഡിയാക്കട്ടെ ഇനി കേട്ടോ. ഇതൊന്ന് റെസ്റ്റും ചെയ്യട്ടെ, അവിടെ മൂടി വെക്കാം. നമുക്കിതോ മീനൊന്ന് വറുത്ത് കോരണം ഫസ്റ്റ് കേട്ടോ. ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ്, വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടാവട്ടെ കേട്ടോ. അപ്പോഴത്തേക്ക് ബാക്കിയെല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ചെയ്യുമ്പോൾ ഇതുപോലെ എല്ലാം കൈയെത്തുന്ന ദൂരത്ത് റെഡിയാക്കി വെക്കുക കേട്ടോ. ഇതെല്ലാം പറഞ്ഞു തരാം എന്താണെന്നെല്ലാം. അപ്പം മീൻ ആദ്യം വറുത്ത് പോരാൻ. എണ്ണയെല്ലാം നല്ല ചൂടായിട്ടുണ്ട്. അപ്പം നമുക്കൊരു ട്രിപ്പിന് തന്നെ വറുത്ത് പോരാം. അത്രയേ ഉള്ളൂ കേട്ടോ. ചട്ടിയോട് കൂടി തന്നെ എടുക്കാം. കഴിഞ്ഞു. അപ്പോൾ ഇതൊന്ന് എല്ലാ എണ്ണയിലേക്കൊന്ന് അമർത്തി വെച്ചിട്ട് പെട്ടെന്ന് ഹൈ ഫ്ലെയിമിലിട്ട് വേവിക്കണ്ട കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് മുരിച്ചെടുക്കും. ഒരു ഭാഗം വേകുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് വേവിക്കാം. കുറച്ച് നേരം ഒന്ന് മൂടി വെക്കാം കേട്ടോ. ഒരു 1-1.5 മിനിറ്റ് ഞാൻ മൂടി വെച്ചു കേട്ടോ. ഇനി ഒന്ന് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക്. ഇനി തുറന്നിട്ട് തന്നെ വേവിച്ചെടുക്കാം കേട്ടോ. ഇതാ വെള്ളം കുറച്ച് വറ്റിയിട്ട് ഇതിൻ്റെ എണ്ണ തെളിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. ഒന്നുകൂടി ആവട്ടെ ഇത് കിടന്ന്. നമ്മൾ വെള്ളം എന്ന് പറഞ്ഞാൽ പുളിവെള്ളം മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. ബാക്കിയെല്ലാം മീനിൽ നിന്നെല്ലാം വന്ന വെള്ളം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് ഒന്നുകൂടി റെഡി ആകുന്നവരെ ഇപ്പം ഞാൻ ഫുള്ള് ലോ ഫ്ലെയിമിലാണ് ഇട്ടത്. കാരണം ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ്. ഒരിക്കൽ ചൂടായ പിന്നെ അതിന് നല്ല ചൂടുണ്ടാകും.
ഇതിലേക്ക് ഇനി ബാക്കി തയ്യാറാക്കി വെച്ച സാധനം നോക്ക്. ഇത് 2 പിടി ചെറിയ ഉള്ളി നീളത്തിന് അരിഞ്ഞു വെച്ചതാണ് കേട്ടോ. പിന്നെ ഇത് തേങ്ങാക്കൊത്ത്, അതും ഇതുപോലെ കുറച്ച് ഈ സൈസിൽ അരിഞ്ഞു വെച്ചതാണ്. പിന്നെ വെളുത്തുള്ളി, അത് നല്ലോണം ഒരു വലിയൊരു ബൾബ് വെളുത്തുള്ളി ഉണ്ട് കേട്ടോ, അത് നീളത്തിന് അരിഞ്ഞു വെച്ച്. പിന്നെ ഒറ്റ സവാള, അതിങ്ങനെ ചെറുതായി അരിഞ്ഞു വെച്ചത്. ഒരു തക്കാളി, അതും ഇതുപോലെ ചെറുങ്ങനെ അരിഞ്ഞു വെച്ച്. പിന്നെ ഇതാ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ മസാലപ്പൊടികൾ ഇതാ 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. മുളക് പൊടി നമ്മൾ ഓൾറെഡി അതിൽ 1/2 ടേബിൾ സ്പൂൺ ഇട്ടതാണ്. പിന്നെ അതാ കറിവേപ്പില, പിന്നെ ആ പുളിവെള്ളം ഇവിടെ വെച്ചിട്ടുണ്ട്, നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇത്തിരി കൂടി എടുക്കാം. അപ്പം ഇത് വെന്ത് കഴിഞ്ഞാൽ ഉടനെ അടുപ്പത്ത് ഇങ്ങനെ ഇടുമ്പം ഇതെല്ലാം പറഞ്ഞു തരാനാവില്ല, അതുകൊണ്ടാണ് ഞാൻ ഇപ്പം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ, ഇത്രയും മതി. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി നമുക്ക് അതേ എണ്ണയിലേക്ക് ഇതാ കുറച്ച് കടുക് ഇടുക കേട്ടോ, കുറച്ച് കടുക്. പിന്നെ ഇതാ അതുപോലെ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം. എപ്പോഴും നോൺ വെജിക്ക് പെരിഞ്ജീരകം ഉണ്ടായാൽ നല്ല ടേസ്റ്റാണ്. ഇനി അതിലേക്ക് ഇതാ ചെറുതായി അരിഞ്ഞ് വെച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇഞ്ചി, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി വെളുത്തുള്ളി, സവാള, പിന്നെ ചെറിയ ഉള്ളി. ഇത്രയും ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ, നല്ല പോലെ. ഒന്ന് വഴന്ന് വരട്ടെ കേട്ടോ. എണ്ണ വേണമെങ്കിൽ കുറച്ചുകൂടി ഒഴിച്ച് കൊടുക്കാണ്ട്, എണ്ണ ഇല്ല എപ്പോഴത്തില്ല, അപ്പം നമുക്ക് കുറച്ചുകൂടെ എണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തത്, കോക്കനട്ട് ഓയിൽ. കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് മതി, ഇതിലൊന്ന് വഴറ്റി എടുക്കാൻ പറ്റുന്നത്. പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. കല്ലുപ്പ ഞാൻ ഇട്ടത്, എല്ലാവരും അവനവൻ്റെ പാകത്തിന് ഇട്ട് കൊടുത്തിട്ട്. ഉപ്പിട്ടാൽ ഉള്ളി വേഗം ഒന്ന് വഴന്ന് കിട്ടും. ഇനി ഇതിലേക്ക് നമുക്കിതാ അരിഞ്ഞു വെച്ചൊരു തക്കാളി, ആ തക്കാളി കൂടി ആഡ് ചെയ്യാം കേട്ടോ. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം. തക്കാളി കൂടി ഒന്ന് വഴന്ന് വെക്കുക കേട്ടോ. ഉള്ളിയെല്ലാം നല്ല പോലെ വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്ക് എടുത്ത് വെച്ച മസാലപ്പൊടികൾ ഇടുക. 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എല്ലാം കൂടെ ഒന്നിച്ചിട്ട് കൊടുക്കുക. മസാല ഇട്ടാൽ പിന്നെ നല്ലോണം ഇളക്കി കൊടുക്കണം കേട്ടോ, കരിഞ്ഞു പോകും. അപ്പോൾ ഇതിലേക്ക് ഇനി വേണമെങ്കിൽ നമുക്ക് ഇത്തിരി വെള്ളം ആഡ് ചെയ്യാം, പക്ഷേ നോക്കാം നമുക്ക്. കുറച്ച് വെള്ളം ആഡ് ചെയ്യുക കേട്ടോ. ഒന്നുമില്ല, ഞാനിതാ ഈ പുളീൻ്റെ വെള്ളം തന്നെ ഒഴിക്കുന്നത്. പുളി പിഴിഞ്ഞിട്ടൊന്നുമില്ല, അതിലിട്ട് വെച്ചിട്ടേ ഉള്ളൂ. പുളി ഞാൻ തൊട്ടിട്ടില്ല. മതി. ഈ പുളി നമുക്ക് നാളെ വേറെ കറിയിലേക്ക് ഉപയോഗിക്കാം കേട്ടോ. അതാണ് കുടംപുളീൻ്റെ ഒരു ഗുണം. കാരണം ഇന്ന് നമ്മൾ കറിയിലിട്ട് അതെടുത്ത് കളയേണ്ട ആവശ്യമില്ല. കറിയിൽ നിന്ന് എടുത്ത് മാറ്റി വെച്ചാൽ നാളെ വേറെ കറിയിലും ഇടാം. അത്രയ്ക്ക് അതിന് ഗുണങ്ങളുണ്ട്. അപ്പോൾ ഇതൊന്നും ഇനി സെറ്റാവട്ടെ കേട്ടോ. പിന്നെ ഇതിലേക്ക് ഇതാ കുറച്ച് കറിവേപ്പില കൂടി ഉണ്ട് കേട്ടോ. അതിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതാ നമ്മുടെ ചെമ്മീൻ റോസ്റ്റിനെ രാജകുമാരനാക്കുന്ന ഐറ്റം തേങ്ങാക്കൊത്ത് കേട്ടോ. കുറച്ച് നീളത്തിന് എണ്ണ എടുക്കുക, കാണാൻ തന്നെ ഉണ്ടാവട്ടെ. ചെമ്മീൻ കിട്ടിയിട്ടില്ലെങ്കിൽ തേങ്ങാക്കൊത്ത് കിട്ടിയാലും മതി. എന്താ പറയുക, ചെമ്മീന് കിടന്ന തേങ്ങാക്കൊത്തല്ലേ, അപ്പം അതിനുണ്ടാവും ഒരു ടേസ്റ്റ്.
ഒന്ന് ചൂടായിട്ട് വരട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് നമ്മുടെ ഫൈനൽ ഇൻഗ്രീഡിയൻറ്റ് ഇതാ വറുത്ത് വെച്ച ചെമ്മീൻ ഇത് ഇട്ട് കൊടുക്കാം കേട്ടോ. ചിലർ കൊഞ്ചെന്ന് പറയും, ചെമ്മീൻ എന്നൊക്കെ പറയും, ഞങ്ങളിവിടെ ചെമ്മീൻ എന്നാണ് പറയുക. അപ്പോൾ ഇത് കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ കൊഞ്ച് റോസ്റ്റ് റെഡി. ഹായ്, എന്താ ഒരു കാഴ്ചക്ക് തന്നെ. എല്ലാം ഒന്ന് ഒതുക്കി വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാം ഒന്ന് തമ്മിൽ ചേരട്ടെ. വേണമെങ്കിൽ ഒരു സെക്കൻഡ് ഒന്ന് അടച്ച് വെക്കാം. എന്താ പറയുക, അതിൻ്റെ ആവിയെല്ലാം കൊണ്ടിട്ട് അതിനൊരു ടേസ്റ്റ് വരാണ്ട് അധികം നേരം അടച്ച് വെക്കാറതേ കരിഞ്ഞു പോകും. കുറച്ചൊരു അര മിനിറ്റ് പോലും വേണ്ട, മതി. ഇനി നമുക്ക് ഇപ്പോൾ ഇതാ നമ്മുടെ കൊഞ്ച് റോസ്റ്റ് റെഡി ആയിട്ട് കേട്ടോ. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഡിഷ് ഔട്ട് ചെയ്ത് നോക്കാം. ഇനി ഇതാ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു. ഇനി നമുക്ക് കുറച്ച് നേരം ഒന്ന് മൂടി വെക്കാം. എന്താ പറയുക, ഇതിൻ്റെ മണവും ഗുണവും ഒന്നും നഷ്ടപ്പെടണ്ട. കാണാനുള്ള ഭംഗി മാത്രമല്ല കേട്ടോ, ഇത് കഴിക്കാനും വളരെ ടേസ്റ്റിയാണ് കേട്ടോ. ഇതാ കണ്ടല്ലോ. ഇനി നമുക്കിത് ഡിഷ് ഔട്ട് ചെയ്യാം. നല്ലൊരു സ്മെല്ലുണ്ട് കേട്ടോ. ആഹാ, ഇതാ കൊഞ്ച് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് വേണമെങ്കിൽ ചോറിൻ്റെ കൂടെ, നെയ്ച്ചോറിൻ്റെ കൂടെ, ചപ്പാത്തിൻ്റെ കൂടെ, ഞങ്ങളിപ്പോൾ ഇന്ന് കഴിക്കാൻ പോകുന്നത് കുഴക്കട്ടേൻ്റെ കൂടെയാണ് കേട്ടോ. അപ്പോൾ ഇത്രയും നേരം വീഡിയോ വാച്ച് ചെയ്തതിന് താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്.